ഹായ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ രണ്ട് ഡെലിവറിൻ്റെ അമ്മയും കൂടെ ഇതിൽ വന്നിരിക്കുന്നത്. കാണുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവോ ഞാൻ ചോദിക്കുന്ന കാര്യം? അറിയാം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വരുത്തിയ വ്യാധികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനാണ് വ്യാധി വരുത്തിയത് ഇസ്രായേൽ മക്കൾക്ക്? അയ്യോ, അറിഞ്ഞൂടെ പോലും ഒരു പറഞ്ഞ അറിഞ്ഞൂടെ നേട്ടാ. ഈശോ പാവം കുട്ടി, അറിഞ്ഞൂടെ പോലും. എന്താ പഠിക്കാത്തവക്ക? എനിക്ക് മറന്നുപോയി. പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു. എന്തിനു പോയി എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ ഫറവോൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് എന്ത് ചെയ്തു? നീ കുറച്ച് ബാക്കിലോട്ട് എന്നെ കഴുത്ത് മാത്രമേ അല്ലേ, ഇത് കുറച്ച് പൊങ്ങിയിരിക്കും. തീരെ പൊങ്ങിയിരുന്ന ഇങ്ങനെ അങ്ങനെ ഇരുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം ആരാധിക്കാൻ വേണ്ടി മോശയെ പറഞ്ഞ് വിട്ട് രാജാവിൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു വിടപ്പോൾ മോശ ചെന്ന് പറയുകയാണ്, ഇസ്രായേൽ മക്കളെ ആരാധിക്കാൻ വേണ്ടി എനിക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞപ്പോൾ ഫറവോനാണ് അവിടുത്തെ രാജാവ്. ഫറവോ എന്ത് പറഞ്ഞപ്പം ഞങ്ങൾ വിട്ടുതരില്ലെന്ന് പറഞ്ഞു. ഈ ജനത്തെ ഞങ്ങൾ വിട്ടു തരില്ല, അവർ അടിമകളായിട്ട് വെച്ചിരിക്കുകയാണ്, അടിമ പണി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം വിട്ടു തരില്ലെന്ന് പറഞ്ഞപ്പം മോശ എന്തോന്ന് പറഞ്ഞ്, ദൈവം പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ശിക്ഷ തരും. എന്തോന്നൊക്കെ ശിക്ഷയാണ് തന്നത്, കൊടുത്തത് ദൈവം കൊടുത്ത എന്തോന്നൊക്കെ ശിക്ഷയാണ് ഫറവോന് അവിടെ നൽകിയത്? ഫസ്റ്റത്തെ അറിയാം, വെള്ളം രക്തമായി തീർന്നു. വെള്ളം രക്തമായി തീർന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്ത് പറ്റി? വെള്ളം കുടിക്കാൻ പറ്റില്ല, വെള്ളമെല്ലാം രക്തമായി. ഇസ്രായേൽ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്ത്? തോടുകളില്, കായലുകളില്, നദികളില്, കടലില്, കിണറില്, എല്ലായിടത്തും വെള്ളം രക്തമായി. നമ്മളൊക്കെ ചിന്തിച്ചു, നമ്മള് ഇപ്പം മീനും ഇറച്ചിയൊക്കെ കഴിവുമ്പം അതിന്റെ രക്തം ആ വെള്ളത്തിൽ വീണ് നമ്മളത് കുടിക്കത്തില്ല. അതിന് ഇറച്ചിയും മീനൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. പക്ഷെ ഇത് അതുപോലല്ല, വെള്ളം രക്തമാകുമ്പോൾ വെള്ളം രക്തമായി തീർന്ന ആ വെള്ളം ആർക്കും കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ വെള്ളം കിട്ടാതെ മരിച്ചു വേണ്ടി വരും. പക്ഷെ അപ്പൊ എന്ത് ചെയ്ത്? ഫറവോൻ ഇത് കണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്ത്? മോശയോട് ചെന്ന് പറഞ്ഞ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കേ. മോശയുടെ ദൈവം ആര്? നമ്മുടെ യേശു, കർത്താവ് യേശു. അപ്പോൾ നമ്മുടെ കർത്താവ് യേശുവാണ് മോശ പ്രാർത്ഥിക്കുന്ന ദൈവം. അപ്പം മോശ എന്ത് ചെയ്ത്? ദൈവത്തോട് ഈ ഫറവോൻ പറയുന്ന പ്രകാരം എന്ത് ചെയ്ത്? ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്ത്? ആ എല്ലായിടത്തും ഉണ്ടായിരുന്ന വെള്ളം രക്തമായി തീർന്നെന്ന് പറഞ്ഞില്ലേ, ആ എല്ലാ നദികളിലും കായലും തോടിലൊക്കെ ഉണ്ടായിരുന്ന രക്തം എന്ത് ചെയ്ത്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മാറി, നല്ല ശുദ്ധജലമായി തീർന്നു, രക്തമൊക്കെ മാറി കേട്ടോ. അത് കഴിഞ്ഞ് ഫറവോൻ എന്ത് ചെയ്ത്? വീണ്ടും ജനങ്ങളെ വിട്ടില്ല, ആരാധിക്കാൻ വേണ്ടി വീണ്ടും ജനങ്ങളെ വിട്ടില്ല. അപ്പൊ അടുത്ത് രണ്ടാമതൊരു ഒരു ബാധ വന്നു. എന്താണത്? തവള. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിനകത്ത് തവള ഒരു 10-15 തവള, അല്ലെങ്കിൽ 10-15 തവള പോട്ട് വേണ്ട, ഒരു തവള വന്ന ഒലിവർ എന്ത് ചെയ്യും? പേടിച്ച് ഓടുവന്ന ഒലിവർ കസാരയുടെ മണ്ടയില്, കട്ടിന്റെ മണ്ടയില്, മേശപ്പുറത്ത് ഒക്കെ ഇവൻ ചാടി കയറും. വേണമെങ്കിൽ നമ്മളെ തോളത്ത് കയറിയിരിക്കും. ധൈര്യത്തോടെ മതിയായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ നമുക്ക് അറിയാല്ല, അവരൊക്കെ ഇത് തവളെ കണ്ട് പേടിച്ചോടും. ആദ്യം ഒരു ആവേശം കൊണ്ട് ഓടിക്കൊണ്ട് വരും, പക്ഷെ അത് അടുത്തോട്ട് ചാടി വന്ന് എന്ത് ചെയ്യും? നമ്മളെ വലിയവരായിരുന്നാലും എളുപ്പം തവളയെ കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിരുന്നാലും ഓടും. ചെറിയ ഒരു ജലദോഷമാണ്, ക്ഷമിക്കണം.
അപ്പം തവളയാണ് രണ്ടാമത് വന്ന ബാധ. രണ്ടാമത് വന്ന ബാധ തവള. അപ്പം തവള നമുക്കറിയാം, ഇസ്രായേൽ രാജാവ് ഭരിക്കുന്ന ആ സ്ഥലം, ആ ദേശം ഫുള്ള് എന്ത് ചെയ്ത് തവളകൾ കൊണ്ട് നിറഞ്ഞു. കൂട്ട ജനങ്ങൾ പോലെ ആയി, എല്ലായിടത്തും തവള നിറഞ്ഞു. പിന്നെ അപ്പൊ തവള കൊണ്ട് നിറഞ്ഞപ്പോ എന്ത് പറ്റി? എല്ലാരും പോയി. ആളുകളൊക്കെ എന്ത് ചെയ്ത്? ആളുകൾക്ക് ഒരിടത്ത് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കാരണം വീട്ടിൽ പോയി കിടക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരവസ്ഥ ജനങ്ങൾക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്ത്? ഫറവോന്റെ കൊട്ടാരത്തിൽ വരെ തവള. ചുമ്മാ സംസാരിക്കുന്നത്. കൊട്ടാരത്തിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ വരെ എന്ത് പറ്റി? തവള വന്നു. തവള വന്നത് കൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയായി തീർന്നു. അപ്പൊ എന്ത് ചെയ്ത്? ജനങ്ങളെല്ലാം ഫറവോൻ രാജാവിനോട് പരാതി പറഞ്ഞു ചെന്ന്. അപ്പം ഫറവോ എന്ത് ചെയ്ത്? ഫറവോ മോശയെ വിളിപ്പിച്ച്, ആളെ വിട്ട് മോശയെ വിളിപ്പിച്ചിട്ട് എന്തോന്ന് പറഞ്ഞു? ഈ ബാധ മാറാൻ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കാര്യസാധ്യത്തിനാണ് ഫറവോയ് പറഞ്ഞത്. നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. കാര്യസാധ്യത്തിന് വേണ്ടി, ആ ബാധ മാറാൻ വേണ്ടി എന്താണ് ഫറവോയ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫറവോന് ഹൃദയം മാറിയോ? ഹൃദയം കഠിനപ്പെട്ടു പോയി. അത് മാറിയോ? ഇല്ല, മാറിയില്ല. ഫറവോ എന്ത് ചെയ്തു? പിന്നെയും ഹൃദയം കഠിനപ്പെടുത്തി. ഫറവോ വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ മോശയ്ക്ക് വിട്ടുകൊടുത്തില്ല. അപ്പം ദൈവം അടുത്ത ഈ ബാധയെ ദൈവം അയച്ച്. അത് മൂന്നാമത്തെ ബാധ. മൂന്നാമത്തെ ബാധ എന്തോന്നാണ്? പേന. ഒലിവറിന് അറിയാമേ പേനിന്റെ കാര്യം? പറഞ്ഞോട്. പേന കണ്ടിട്ടുണ്ടോ? തലയിലുണ്ട് പേന. ആ, ഒലിവറിന്റെ തലയിൽ കൊച്ചിലെ പേനൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ. അപ്പം പേന നമുക്കൊക്കെ അറിയാം. എല്ലാ കുഞ്ഞു കുട്ടികൾക്കും പേന് നമുക്കപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പേന് തലയിൽ വന്ന് എന്ത് പറ്റും? ഒരു പേനായിരുന്നാൽ പോലും അത് തലയിൽ കിടന്ന് നമ്മളെ തലയിൽ കിടന്ന് ചൊറിഞ്ഞ് നമുക്ക് ഉറങ്ങാൻ പറ്റൂല. എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അവർ കളിക്കാൻ പറ്റുമോ? ഇല്ല. കളിക്കുന്ന സമയത്ത് എപ്പോഴും തല എന്ത് ചെയ്യും? അവരുടെ തലയിങ്ങനെ ചൊറിഞ്ഞ് നടക്കും അവര്. ഒലിവറിന്റെ കുഞ്ഞിലേക്ക് പേനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അവൻ്റെ തല കൊണ്ട് മാസത്തിലൊരു നമ്മൾ തലമുടി വെട്ടത്തില്ലേ? അപ്പം ഇവനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? തലമുടി ഫുൾ മുട്ട അടിപ്പിക്കുമ്പോൾ ഇവൻ്റെ തലയുള്ള പേനകളെല്ലാം ബാർബർ ഷാപ്പിൽ കിടക്കും. അവർക്ക് കടി പിടിക്കാവുള്ളൂ. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ മുട്ട അടിക്കുന്നില്ല, പറ്റ അടിക്കണം. നേഴ്സറിയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തീരെ മുട്ട അടിച്ച് വിടത്തില്ല നമ്മൾ. അപ്പോൾ ഇവന് തലമുടി പറ്റ വെട്ടി വിടുന്ന സമയത്ത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന കുറേ പേനുകളുണ്ട്. ആ പേനുകൾ ഇവൻ്റെ ഈ തലയുടെ ഈ സൈഡുകളിലൊക്കെ പേന് നിറഞ്ഞിരിക്കാറ്. അപ്പം ഞാൻ ചീപ്പ് എടുത്തിട്ട് ഇവനെ കുളിപ്പിക്കുന്നതിന് മുമ്പേ ആ പേനെല്ലാം ഞാൻ എന്തൊരു ചീകിയാനും എല്ലാത്തിനും കൊന്നിട്ട് അവനെ ഞാൻ കുളിപ്പിക്കുകയുള്ളൂ. പേനല്ല കിണ്ടിക്കളഞ്ഞ് കൊന്നിട്ട് അവനെ കുളിപ്പിക്കുക. തലയിൽ ഷാമ്പൊക്കെ തേച്ച് കുളിപ്പിക്കുക. അപ്പം തലയുള്ള അഴുക്കൊക്കെ പോയി. എപ്പോഴും ചാടി കളിക്കുന്നുണ്ട്, വേർപ്പൊക്കെ ഉണ്ട് തലയിൽ. അങ്ങനെ അപ്പോൾ ആ കൊച്ചു കുട്ടികളുടെ തലയിലായിരുന്നാലും നമ്മുടെ തലയിലായിരുന്നാലും ഒരു പേന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ചൊറിച്ചിലും അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇസ്രായേൽ ജനം അനുഭവിച്ച ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് വന്ന ബുദ്ധിമുട്ട്, ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് മൂന്നാമത് വന്ന ബാധയാണ് പേൻ. അപ്പോൾ പേൻ എന്ത് ചെയ്ത്? ആ സ്ഥലം മുഴുക്കൻ നിറഞ്ഞു ആളുകളുടെ തലയിൽ. അത് ഇനി വേറെ ഉണ്ട്, പേന് കൊണ്ട് നിറയപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെ തലയിൽ പേന് കയറി, ദേഹത്തൊക്കെ പേനൊക്കെ വന്ന് ഇരുന്ന് കടിച്ചൊക്കെ അവർക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്ത്? ഫറവോൻ വീണ്ടും മോശയെ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് എന്ത് പറഞ്ഞ്? നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ പേൻ മാറാൻ വേണ്ടി. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യം വിട്ടയക്കാന്ന് പറഞ്ഞു ജനങ്ങളെ. പക്ഷേ പ്രാർത്ഥിച്ച് പേൻ മാറി. പക്ഷേ ജനങ്ങളെ മോശയുടെ അടുത്തുകൂടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഫറവോൻ വിട്ടുകൊടുത്തില്ല. പിന്നെയും ഹൃദയം കഠിനപ്പെടുത്തി. അങ്ങനെ നാലാമത് വന്ന ബാധയാണ് നായീച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഈച്ച അത് പിന്നെ നായീച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് വെട്ടിക്കിളി. അഞ്ചാമത്തതാണ് വെട്ടിക്കിളി. അപ്പം നായീച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മൃഗങ്ങളുടെ ദേഹത്തൊക്കെ മരിച്ച ആൾക്കാരുടെ ദേഹത്ത് എന്ന് പറഞ്ഞാൽ
നായിച്ച എന്ന് പറഞ്ഞാൽ എന്തിനാണമ്മ? നായിച്ച, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നായിച്ച നായിച്ച എന്ന് പറഞ്ഞാൽ ഈച്ചയില് കുറച്ച് വലിയ ടൈപ്പ് സാധനമാണത്. ഇത്ര വല്ല ഈച്ചയില് അങ്ങനെ അത്ര വലുതൊന്നുമല്ല. അപ്പൊ ഈച്ചയിൽ ഒരു വലിയൊരു ടൈപ്പാണ് അത്. സാധാരണ മൃഗങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ അതിന്റെ ദേഹത്തൊക്കെ വന്നിരിക്കുന്ന ഒരു ഈച്ചയാണ് നായീച്ച എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഈ ആ ദേശം ഫുള്ളും നിറയാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പിന്നെ പറയണ്ട, എങ്ങനെയായിരിക്കും? അതെന്നെ ഒരു പറഞ്ഞതല്ലോ, പറയണ്ട. പിന്നെ എന്തോ ആയിരിക്കും? അവിടെ കടിച്ച് ആ ഈച്ച എല്ലാം കൂടെ ദേഹത്ത് വന്നിരിക്കുക. ആളുകൾക്ക് ആഹാരം കഴിക്കാനൊന്നും പറ്റത്തില്ല. ആഹാരത്തിലൊക്കെ എന്ത് ചെയ്യും? ഈച്ച വന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്ത് ഫറവോൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മോശയെ വിളിപ്പിച്ച് മോശയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എന്ത് ചെയ്ത് അത് മാറി. നായിച്ച അടുത്ത് ഫറവോൻ വീണ്ടും എന്ത് ചെയ്ത് ഹൃദയം ഘടനപ്പെടുത്തി. ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനങ്ങളെ വിട്ടയച്ചില്ല. അങ്ങനെ അഞ്ചാമത്തത് വെട്ടിക്കിളി. വെട്ടിക്കിളി എന്ന് പറയുമ്പോൾ അറിയാവോ വെട്ടിക്കിളി എന്താണെന്ന്? ഒരു വിട്ടിലിനെ പോലത്തെ ഒരു ജീവിയാണ്, പറന്നും നടക്കുന്നത്. അങ്ങനത്തെ ഒരു പുല്ലിന്റെ ഇടയിലൊക്കെയാണ് ചിലപ്പോ ഇരിക്കുന്നത്. ആ പുല്ലിന്റെ ഇടയിലല്ലേ ചിലപ്പോ ഇരിക്കുന്നത്. വെട്ടിക്കിളി ഇലകളൊക്കെ തിന്ന് കളയുന്ന ഒരു ചെറിയ ഒരു ജീവിയാണ്. ചെറിയ പറക്കുന്ന ഒരു സാധനമാണ് വെട്ടിക്കിളി. വെട്ടിക്കിളി അത് ഇലകളൊക്കെ തിന്ന് കളയും, ഫലങ്ങളൊക്കെ നശിപ്പിക്കുക. അതാണ് വെട്ടിക്കിളിയുടെ സ്വഭാവം. അപ്പൊ വെട്ടുക്കിളി എന്ത് ചെയ്ത് ആ ജനങ്ങളുടെ ആ ദേശത്തുള്ള ജനങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ കയറി എന്ത് ചെയ്ത അതങ്ങ് മെതിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ കൃഷി സ്ഥലത്തുള്ള പച്ചലെല്ലാം തിന്ന് നശിപ്പിച്ച് ഫലങ്ങളൊന്നും കിട്ടത്തില്ല. അതെല്ലാം വെട്ടുക്കിളി തിന്ന് നശിപ്പിക്കും. അങ്ങനെ ആ ബാധ അവിടെ വന്നു. ബാധ വന്നപ്പോൾ എന്ത് ചെയ്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്ത് ചെയ്ത് ഫറവോനും അവരുടെ കൊട്ടാരത്തിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വന്ന് അവരുടെ കൊട്ടാരത്തിലൊക്കെ വെട്ടുകിളി കയറി വന്ന് എല്ലായിടത്തും ഇരിക്കുക. അവരുടെ ദേഹത്തൊക്കെ വന്നിരുന്ന് അവരെ ഇലകളെന്നും പറഞ്ഞ് അവരുടെ ദേഹത്തായിരിക്കും കടിച്ച് തിന്നാൻ നോക്കണത്. അപ്പോൾ അവരതൊക്കെ ഓട്ടിക്കാൻ നോക്കിയിട്ട് ഒന്നും നടപ്പതില്ല. അങ്ങനെ എന്തിനു ഫറവോൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആളെ വിട്ട് അയച്ച് മോശയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോശ പ്രാർത്ഥിച്ചു, ഈ പ്രാവശ്യം ഞാൻ ജനങ്ങളെ ആരാധിക്കാൻ വേണ്ടി വിടാമെന്ന് പറഞ്ഞു. പക്ഷേ വിട്ടില്ല. ഫറവോൻ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി. അതുകൊണ്ട് വീണ്ടും ആറാമത്തെ ഒരു ബാധ വീണ്ടും വന്നു. അതെന്തോന്നാണ്? കൂരിരുട്ട്. ആ ദേശം മുഴുവൻ ഇരുട്ട്. നമുക്കറിയാമല്ലോ, പണ്ടത്തെ കാലങ്ങളിൽ എൻ്റെയൊക്കെ കൊച്ചിലേക്ക് ആയ സമയത്തൊക്കെ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള കാലം, നമ്മുടെ അമ്മയുടെ അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ അവരുടെയൊക്കെ കാലങ്ങളിൽ നോക്കുമ്പോൾ നമുക്കറിയാം, രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ കറണ്ടും ബൾബും ഒന്നും ഇല്ല. പോസ്റ്റുകൾ ലൈനുകളൊന്നും വെട്ടമടിക്കാൻ രക്ഷപ്പെട്ട്. പണ്ടൊക്കെ അപ്പം എന്ത് ചെയ്ത് അവർ ഈ വെട്ടത്തിന് വേണ്ടി എന്ത് ചെയ്ത് റാന്തൽ വിളക്കെന്ന് പറഞ്ഞൊരു ടൈപ്പ് സാധനമുണ്ട്, വിളക്ക് കത്തിക്കാൻ. അത് തെളിച്ച് അവർ മണ്ണെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് വെച്ചിരിക്കും. അത് അവർ കൂടുതൽ നേരം ഇരിക്കത്തില്ല, ഒരു പരിധി വരെ അതിരിക്കും. അവര് വൈകുന്നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരം കുറച്ച് നേരമൊക്കെ പണ്ടൊക്കെ ആൾക്കാർ നേരത്തെ ഉറങ്ങുന്നവരാണ്, 8 മണിക്കൊക്കെ ഉറങ്ങുന്നവരാണ്. കാരണം കറണ്ട് ഇല്ലല്ലോ, അവർക്ക് കൂടുതൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അകത്തിപ്പോ എന്തെങ്കിലും രാത്രി അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ അവർക്ക് ഈ ഒരു വിളക്കിനെ കൊണ്ട് എല്ലായിടത്തും നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അവർ നേരത്തെ കൂട്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് വീട്ടുകാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ട് അവരൊരു 7-8 മണിയാകുമ്പോൾ അവർ ആഹാരങ്ങളൊക്കെ കഴിച്ച് ഉറങ്ങുന്നവരാണ് പണ്ടുള്ള ആൾക്കാർ. കാരണം വെട്ടമില്ലാത്തത് കൊണ്ട് അവർ നേരത്തെ ഉറങ്ങും. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ലൈറ്റും വെട്ടമൊക്കെ വന്നപ്പോൾ ആളുകൾ 10, 11, 12 മണിയായാലും ആളുകൾ ഉറങ്ങത്തില്ല. എല്ലാവരും ഇപ്പോൾ ഫോണിലാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എൻ്റെ കാലത്തേക്കൊന്നും അല്ല, നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. ഒരു പരിധിയിൽ കൂടെ നമ്മൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓർമ്മക്കുറവ് വരും, നമ്മളെ തലച്ചോറിന് അത് ബുദ്ധിമുട്ട്, നമുക്ക് ഒന്നും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് പലതും നമ്മൾ മറന്നുപോകും. നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. നമ്മുടെ ഈ ഫോണിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പിന്നെ ഓർമ്മ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദേഷ്യങ്ങൾ വരും. വേറൊരാൾ നമ്മുടെ അടുത്ത് വന്ന് അത് ഇത് ചെയ്യുന്നെങ്കിൽ പറഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൊബൈൽ ഫോണ് കൂടുതൽ നേരം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ആ പണ്ടത്തെ കാലത്ത് അപ്പം
കൂരിട്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പണ്ടത്തെ കാലത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇരുട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഇട്ട് പുറത്തോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങണമെങ്കിൽ ചൂട്ടെന്ന് പറയുന്ന സാധനമുണ്ട്, ഈ ഓലയിൽ നിന്ന് വീഴുന്നൊരു സാധനമാണ്. ആ ചൂട്ടിൽ അതാണ് തീ കത്തിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ മക്കളെ അവരെന്ത് ചെയ്യുന്നു, ഈ ചൂട്ട് ഓല ഇതൊക്കെ അവർ ഈ ഇങ്ങനെ ചുരുട്ടി അതിൽ ഈ കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് തീ അതിൽ കത്തിച്ച് ഇങ്ങനെ ആക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് എന്തുകൊണ്ടാണ്, വീശുന്നത് എന്തുകൊണ്ടാണ്, തീ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ വീശുന്നത്. തീ അണഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കത്തിക്കാൻ അവരുടെ കയ്യിൽ വേറെ സംഭവങ്ങൾ അല്ലെങ്കിൽ തീപ്പെട്ടിയെങ്കിലും കയ്യിൽ വേണം, അല്ലാതെ അവർക്ക് പറ്റത്തില്ല. അപ്പം ഈ ഇരുട്ട് ഉള്ള സമയത്ത് പണ്ടുള്ള കാലങ്ങളിൽ ആളുകൾ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ആർക്കും വേണ്ട. എല്ലായിടത്തും പോകുന്നിടത്തെല്ലാം പോസ്റ്റിൽ ലൈറ്റുകളുണ്ട്, അതുകൊണ്ട് ആ വിഷം ആർക്കില്ല. പക്ഷേ അപ്പോൾ ഫറവോൻ്റെ ദേശത്ത് സംഭവിച്ച കൂരിരുട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ആർക്കും വെട്ടം കിട്ടാതെ കൊണ്ട് അവരെല്ലാവരും തപ്പി തടഞ്ഞു എന്നുള്ളതാണ്. കാരണം ഫോൺ വിളിച്ച് പറയും, ഇപ്പോഴത്തെ കാലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ശരിയാക്കുക. പണ്ടത്തെ കാലത്ത് അവർ ഈ പ്രത്യേക വിളക്കുകളാണ് പല സ്ഥലങ്ങളിലും വിളക്കുകൾ അവർ ദീപം പോലെ കത്തിച്ച് പലയിടങ്ങളിൽ വരെ ഈ രാജാക്കന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ പാടാം ഇത് പറഞ്ഞ് ഇത്രയും കൂടെ പറഞ്ഞിട്ട് രാജാക്കന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അവർ വലിയ വലിയ ദീപങ്ങളാണ് കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ആ ദേശത്ത് രാജാവിൻ്റെ സ്ഥലങ്ങളിൽ ഫുള്ളും ഈ വെട്ടം ഉണ്ടാകും. വീടുകളിലൊക്കെ അവർ അതിൻ്റെതായ രീതിയിൽ ചൂട്ട് ചെറിയ വിളക്കുകൾ ഇങ്ങനെയൊക്കെ കത്തിച്ചാണ് അവർ ആ സമയത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ കൂരിരുട്ട് വന്നപ്പോൾ ജനങ്ങൾ അവിടെ തപ്പി തടയാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു, ജനങ്ങളും ഫറവോനും കൂരിരുട്ട് തപ്പി തടയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഈ കൂരിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഫറവോൻ വീണ്ടും മോശയെ വരുത്തി മോശയോട് പറഞ്ഞ് നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പോൾ ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശയെ അടുത്ത് പ്രാർത്ഥിച്ച് എന്ത് ചെയ്ത് അങ്ങനെ കൂരിരുട്ട് മാറി. അടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. ഫറവോ എന്ത് ചെയ്ത് വീണ്ടും ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് മോശയോടെ വിട്ടില്ല. അപ്പോൾ വീണ്ടും ദൈവം എന്ത് ചെയ്ത് ബാധ അയച്ചു. ആ ബാധയുടെ 7ാമത്തെ ബാധയാണ് കൽമഴ. കൽമഴ നമുക്ക് നമുക്ക് മഴ പെയ്യുമ്പോൾ അറിയല്ല, മഴ പെയ്യുമ്പോൾ വെള്ളമാണ് വീണത്. അപ്പൊ കൽമഴ എന്ന് പറയുമ്പോൾ കല്ലുകളാണ് ആ വെള്ളത്തിൽ കൂടെ വരട്ടെ. അപ്പൊ ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി, പോകുന്ന സ്ഥലത്ത് ആളുകളെ തലയിൽ കൂടെ കല്ലുകൾ വന്ന് വീഴുന്നു വെള്ളം പോലെ, ആളുകളൊക്കെ ചത്തുപോകില്ല. അപ്പോൾ അങ്ങനെ കൽമഴ വന്നപ്പോൾ എന്ത് ചെയ്ത് ഫറവോൻ വീണ്ടും അനുസരിച്ചില്ല. പക്ഷെ അനുസരിക്കാം എന്ന് വ്യാജം പറഞ്ഞ് എന്ത് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മാറിയാൽ ഞാൻ വിടാന്ന് പറഞ്ഞു. ഫറവോൻ ആരാധിക്കാൻ വേണ്ടി ജനങ്ങൾ വിടാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്ത് മോശ പ്രാർത്ഥിച്ചപ്പം ആ കൽമഴ മാറി. അപ്പോൾ എന്ത് ചെയ്ത് ഫറവോൻ വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ വിട്ടയച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത് 8ാമത്തൊരു ബാധ വന്നു, അതികഠിനമായ വ്യാധി. പണ്ട് കാലത്തൊക്കെ ഈ അതികഠിനമായ വ്യാധി എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെയല്ല കേട്ടോ. അത് 9ാമത്തേൽ പുണ്ണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ചിക്കൻ ബോക്സ് പോലെയാണ് നമുക്ക് ഉദ്ദേശിക്കാം. അതികഠിനമായ വ്യാധി എന്ന് പറഞ്ഞാൽ പനിയും വിട്ടുമാറാത്ത പനിയും അങ്ങനെയൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതികഠിനമായ വ്യാധി എന്ന് പറഞ്ഞാൽ ആ വ്യാധി വന്നിട്ട് എന്ത് ഫറവോനും ജനങ്ങളും ഒന്നും എന്ത് ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ വിട്ടില്ല. മോശ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അതികഠിനമായ വ്യാധി മാറി. പക്ഷെ ജനങ്ങൾ ആരാധിക്കാൻ ഫറവോൻ വിട്ടുകൊടുത്തില്ല. അവസാനം വീണ്ടും ബാധ വന്നു, പുണ്ണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും പുണ്ണ്. ഫറവോനും പുണ്ണ് വന്നു. ഫറവോൻ്റെ പുത്രനും ഭാര്യയ്ക്കും പത്നിക്കും എല്ലാവർക്കും എന്ത് ചെയ്ത് പുണ്ണ് വന്നു. കൊട്ടാരത്തിലെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും എന്ത് ചെയ്ത് പുണ്ണ് വന്നു ദേഹത്ത്. പുണ്ണ് വന്നാൽ സഹിക്കാൻ പറ്റാതെ ചൊറിച്ചിലും വേദനയൊക്കെ ആയി അവർ അതിനും വലഞ്ഞു പോയി. അപ്പം അവരെന്ത് ചെയ്ത് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മോശയോട് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഞാൻ വിട്ടയക്കാന്ന് പറഞ്ഞു. ലൈവിൽ പോവാതെ വാ. പൊട്ടൻ ചുക്കാതെ തൈലത്തെക്കുറിച്ച് പറയണത്. അങ്ങനെ പുണ്ണെന്ന് പറയുന്ന അത് വന്നിട്ടും എന്തിനു ഫറവോനും അവരുടെ കൂട്ടരും ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ വിട്ടയച്ചില്ല. മോശ പ്രാർത്ഥിച്ചെന്തിനത് ആ പുണ്ണ് മാറി. പക്ഷേ ജനങ്ങളെ ആരാധിക്കാനായിട്ട് ഫറവോൻ വിട്ടയച്ചില്ല. അങ്ങനെ എന്തു പറ്റി, വീണ്ടും ദൈവം എന്തിനത്
10ാമത്തെ ഒരു ബാധ അയച്ച്. 10ാമത്തെ ബാധയോടെ തീരുകയാണ്. 10ാമത്തെ ബാധ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. എന്താണ്? കടിഞ്ഞൂൽ സംഹാരം. ഓർക്കാൻ പോലും പറ്റുന്നില്ല. കടിഞ്ഞൂൽ സംഹാരം ആർക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് അത്. എന്ത് കടിഞ്ഞൂൽ സംഹാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാൻ പോലും പറഞ്ഞു. ആ കുടുംബത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആ ദേശത്തുള്ള ആൺ തലമുറകളെല്ലാം മരിക്കപ്പെടും. എന്താ പറയുക, എല്ലാ ആൾക്കാരുടെയും ആ ദേശത്ത് ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത എല്ലാ വ്യക്തികളുടെ ആൺ തലമുറ ആദ്യജാതന്മാർ മരിക്കപ്പെടും. അങ്ങനെയാണ് അതിൻ്റെ ഇത്രയേ ഉള്ളൂ. എന്തുവാ അതായിട്ടല്ലോ. അപ്പം അങ്ങനെ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ബാധ വന്നു. ആ ബാധ എന്ത് ചെയ്ത് ഫറവോൻ്റെ ഈ ആദ്യജാതൻ വരെ മരിച്ചപ്പോൾ ഫറവോന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഫറവോൻ ജനങ്ങളെ ആരാധിക്കാൻ വേണ്ടി മോശയുടെ മരുഭൂമിയിൽ ഇസ്രായേലിൽ നിന്ന് വിട്ടയച്ച് അവർ പോകുന്ന വഴി അവിടെ നിന്ന് വിട്ട് അവരെല്ലാവരും എന്ത് ചെയ്ത് അവർക്കുള്ള സമ്പത്തുകളും അവർ സമ്പാദിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ നിന്ന് ആഡംബാദാനങ്ങൾ എല്ലാം സമ്പത്തുകളും കൊണ്ട് അവരെന്ത് ചെയ്ത് നടക്കുകയാണ്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ് ചവിട്ടാണ് അവിടെ ഇട്ട് അവിടെ ആടനുണ്ട് ലാപ്ടോപ്പ് വരേക്കിരിക്കുന്നു അനുസരണയോടെ കേട്ടാ. അപ്പം ഈ ജനങ്ങളെല്ലാം യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഫറവോ അവിടെ ഇരുന്ന് വിഷമിച്ചിരുന്നു. എന്നാൽ എനിക്കിങ്ങനെ വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരിക്കലും ജനങ്ങൾ ആരാധിക്കാൻ മോശയുടെ അടുത്ത് വിട്ടയക്കില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്ത് ഫറവോനും കൂട്ടരും എന്ത് ചെയ്ത് അവരുടെ പുറകെ യാത്ര പുറപ്പെട്ടു അവരെ കൊല്ലാൻ വേണ്ടി. പക്ഷെ എന്ത് പറ്റി, അവർ ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഫറവോനും കൂട്ടരും ഇവരുടെ അടുക്കൽ എത്തണമെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് മോശയോട് ദൈവം പറഞ്ഞ് നീ ചെങ്കടൽ നേരെ വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടിയപ്പോൾ എന്തു പറ്റി, ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. എന്നിട്ട് അവരെന്ത് ചെയ്ത് വഴി കൂടെ പോയി രണ്ട് സൈഡും ചിന്തിച്ചു നോക്കിയാണ്. നിങ്ങൾ എല്ലാരും ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ ഈ കൽപ്പനകൾ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ വാക്കനുസരിക്കണമെന്ന് വാക്കനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അപ്പം രണ്ട് സൈഡ് വെള്ളം നിന്ന് നമുക്ക് അറിയാലോ. മീനുകളൊക്കെ നടുക്കൂടെ പോണം നമുക്ക് കാണാൻ പറ്റൂല്ലേ. അങ്ങനെ ആ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്ന് ജനങ്ങൾ ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിന്റെ നടുക്കൂടെ യാത്ര പുറപ്പെട്ട് അപ്പുറത്തെത്തിയതിന് ശേഷം എന്ത് ചെയ്ത് ചെങ്കടൽ ഒരുമിച്ച്. അപ്പൊ എന്ത് പറ്റി, ഫറവോനും കൂട്ടരും അതിനകത്തായി മരിച്ചുപോയി. അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം, കുതിര വണ്ടിയാണ് അവർ വന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, ദൈവത്തെ നമ്മൾ അനുസരിക്കണം. ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഓരോ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരാതെ ആര് കാക്കും, നമ്മുടെ ദൈവം നമ്മളെ സ്വർഗത്തിലുള്ള ദൈവം കാക്കും. അപ്പോൾ ഒലിവറിനപ്പോൾ ഈ 10 ബാധയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിൽ നിന്ന്? എനിക്ക് പറയാനുള്ളതേ, ഫസ്റ്റത്തെ എനിക്കറിയാം, വെള്ളം രക്തമായി തീർന്നു, തവള, വെട്ടുകിളി, നായിച്ച, കൂരിരുത്ത്, കൽമയ, പിന്നെ കൂരിരുത്ത്, ചെങ്കടൽ, പുണ്ണ്, കഠിനമായ വ്യാധി. എന്തിനാണ് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, സത്യമായിട്ട് ഞാൻ പറയുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഞാൻ അനുസരിക്കും, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുസൃതികളേ ഉള്ളൂ. ആള് പാവമാണ്, പഞ്ചപാവമാണ്. അത് തന്നെ സ്നേഹത്തോടൊക്കെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ അല്ല ബഹുമാനല്ല, നല്ല കുട്ടിയാണ്, നല്ല സൂപ്പർ കുട്ടിയാണ്. സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച തള്ളുകയാ, പഠിച്ച് മാർക്ക് വരെ വായിച്ചിട്ടുണ്ട്, 100ന് 100 വായിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പക്ഷെ അതിപ്പോ എല്ലാം പണ്ടൊക്കെ പിന്നെ കേട്ടോ, ആവശ്യത്തിന് പഠിക്കുമല്ലോ. എനിക്ക് അല്ലറ ചില്ലറയൊക്കെ ചെറിയ കുരുത്തക്കേടുകളൊക്കെ കയ്യിലുണ്ട്. അത് ഈ പ്രായത്തൊക്കെ ആവശ്യമാണല്ലേ. ആവശ്യമാണ്. ആരും അടിക്കാനൊന്നും പാടില്ല കേട്ടോ.
അത് തെറ്റല്ലേ? ആ തെറ്റാണ്. അതെന്നാ ദൈവം കണ്ണോണ്ടിരിക്കണം. ഇപ്പേട്ട് എന്നെ കണ്ണോണ്ടിരിക്കണം. നമ്മള് അപ്പനെ അമ്മ അനുസരിക്കാതിരുന്ന ദൈവം നമ്മൾ എവിടെ കൊണ്ടുപോകും? ഓ അതിനെ കഠിനമായ ഒരു നരകത്തില നരകം ആർക്ക് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയത്? നരകം ദൈവം ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? പിശാചിന് വേണ്ടി. പിശാചിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ചെന്ന് വീഴുന്നത് ആരൊക്കെയാണ്? ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തികളൊക്കെ എന്ത് ചെയ്യും? നമ്മളാരും ആ നരകത്തിൽ പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ കരച്ചിലും പല്ലുകടിയും നിലവിളിയും, പിന്നെ അവിടെ പുഴുക്കളുണ്ട്, പാമ്പുകളുണ്ട്, തീ തുപ്പുന്ന സർപ്പമുണ്ട്, തേള്, പൂരം, ഡ്രാഗനൊക്കെ കാണും. ഡ്രാഗൺ പട അതൊക്കെ കാണും കേട്ടോ. നമ്മള് ദൈവം സ്വർഗത്തിൽ പോയാലേ സ്വർഗത്തിൽ പോയാ നല്ല സന്തോഷത്തോടെ കിരീടം തരും നമുക്ക്. കിരീടം തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അപ്പനെ അമ്മയെ അനുസരിക്കാതിരുന്ന പക്ഷെ എന്നാ കിട്ടൂല, എനിക്ക് കിട്ടൂല. നല്ല ഞാൻ കിട്ടും, എനിക്ക് അവൻ നേടിയെടുക്കുമെന്നാണ് പറയണത് കേട്ടോ. അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ ഈ ദൈവത്തിനൊരു നല്ല മകനാകാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെന്നിരിക്കണം. നമ്മള് ദൈവത്തെ അവിടെയാണെങ്കിൽ സ്നേഹമുള്ള മൃഗങ്ങളുണ്ട്, ദൈവത്തിനെ കാണാൻ പറ്റും, എല്ലാം ഉണ്ട്. അതില്ല പിന്നെ നമുക്കൊരു പാട്ട് പാടേരാ. രാജാതിരാജൻ പാടുന്നു. ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ ശാരോണിൽ രോജാവേ, സിയോനിൽ രാജാവേ, യേശുവേ യേശുവേ, ജീവന്റെ നാമമേ, നാഥനെ സ്നേഹമേ, ജീവന്റെ നാഥനെ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ. നല്ലോണം പാട്ടുപാടാൻ അറിയാം ഒലിവന്ന്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് സൗണ്ട് അങ്ങ് മാറി എന്തോ കളിയിലായി പോകുന്നവൻ. നല്ലോണം പാടാനൊക്കെ അറിയാം, നല്ല പാട്ട് പാടുന്ന പയ്യനാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവന് പിടിക്കുന്നില്ല പറഞ്ഞമ്മ. അതൊക്കെ കണ്ടല്ല കുറുമ്പ്, ചെറിയൊരു കുറുമ്പുകാരനാണ്, കുറുമ്പ് കാട്ടുന്ന കുഞ്ഞിപ്പയ്യൻ. അടുത്ത നമ്മളേത് പാട്ട് പാടും? ഏത് പാട്ട് പാടും? നിങ്ങൾ ആലോചിച്ച് നോക്കി ഏത് പാട്ടാണ് പാടുന്നത്? യേശു നിങ്ങളെ മകനേ മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, മകനേ മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അടുത്തു വരിക, അടുത്തു വരിക, അടുത്തു വരിക, ഓടി വരിക, ഓടി വരിക, എൻ്റെ അടുക്കൽ ഓടി വരിക. എൻ്റെ ഒലിവറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളൊക്കെ ഉണ്ടാക്കി പാടും കേട്ടോ. ചിലപ്പം പാടുന്ന കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി, ഇവർ ഇങ്ങനെയുള്ള വരികളൊക്കെ കിട്ടിയോ. ചിലപ്പം പാടുന്ന കേട്ട് എന്നെ ചിരി വരും കേട്ടോ. കുറേ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പാടലാണ്. ഇടയ്ക്കൊരു പാട്ട് പാടിയല്ല, ഉണ്ടാക്കി പാടിയതാണ്. പക്ഷേ നല്ല ഒരു ദൈവ സാന്നിധ്യം തോന്നി കേട്ടോ അവൻ പാടിയപ്പം. അവനൊരു ജമ്പോ അവൻ്റെ അങ്കിള് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ ജമ്പോ അവന് ഫേവറേറ്റാണ് കേട്ടോ. അത് അവൻ എപ്പോൾ നോക്കിയാലും അതിനെടുത്തിട്ട് അടിച്ചടിച്ചതിനെ കുറേയൊക്കെ പൊട്ടി വെച്ചൊക്കെ വെച്ച കേട്ടോ. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് ജമ്പ് അടിക്കാൻ. അതുകൊണ്ടാണ് അവൻ്റെ അങ്കിള് വാങ്ങിച്ചു കൊടുത്തത് അവന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. സൂക്ഷിക്കുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ അവന് ഓരോ നിമിഷവും അടിച്ചടിച്ച് അതിൻ്റെ അരവുരാക്കി വെച്ചിരിക്കുന്നു.
അപ്പോൾ ആ ജമ്പ് അടിച്ച ഒരു ദിവസം പാട്ട് പാടി, ഉണ്ടാക്കി പാട്ട് പാടി കേട്ടോ. ഞാൻ ഇവനെ സ്കൂളിൽ വിടാൻ വേണ്ടി രാവിലെ ഉറക്കിയതിന് ശേഷമാണ് ഇവൻ്റെ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോൾ ഇവൻ്റെ പപ്പയും ഒലിവറിൻ്റെ പപ്പയും ഒലിവറും കൂടെ മേളിൽ പ്രാർത്ഥനാ ഹാളിലായിരുന്നു. അവൻ്റെ ഒലിവറിൻ്റെ പപ്പ ലൈവായിട്ട് എന്തോ പ്രസംഗം എന്തോ ഇട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ പപ്പ ഇവനെ ശ്രദ്ധിച്ച്, ഇവൻ വെറുതെ ഉണ്ടാക്കി പാടിക്കൊണ്ടിരുന്നു. വാക്കുകൾ ഓരോ വാക്കുകൾ വെച്ച് ഇല്ല അവനെ അറിയാമെന്നുള്ള വരിയിൽ വെച്ച് പാട്ടുണ്ടാക്കി പാടി വന്നപ്പോൾ എന്ത് ചെയ്ത് കറക്റ്റ് ഒരു ട്യൂണ് നല്ല രീതിയിൽ കിട്ടി. അത് നല്ല പാട്ട് 2-3 വരി എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവ നല്ലവണ്ണം അത് കുറേ നേരം ആ ജമ്പ് വെച്ച് അടിച്ചടിച്ച് താളത്തിലടിച്ച് നല്ല ദൈവസാന്നിധ്യത്തിലാണ് ആ പാട്ട് പാടിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് കേൾക്കാം, ഇവ മേളിലിരുന്ന് അടിക്കുന്ന പാട്ടിൻ്റെ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാം. ഇവിടെ നിന്നാണ് അടിച്ചതല്ലേ. അപ്പം ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ അവിടേക്ക് നോക്കിയിട്ട് അവിടെ ഹാളിനകത്തൊന്നും അല്ല ആള്, മേളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങ് മേളിൽ വന്നിട്ട് ചോദിച്ചു, ഒലിവർ കുറേ നേരമായല്ലോ പാട്ട് തുടങ്ങിയിട്ട്, നിർത്താതെ പാട്ട് നല്ല രാഗവും ഈണമൊക്കെ ഉണ്ടല്ലോ പാട്ടിനെന്ന് പറഞ്ഞ് ഞാൻ വന്നത് കേട്ട് കുറേ നേരം ഞാൻ അത് കേട്ടോണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും കൂടെയൊക്കെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവനതിൻ്റെ ടച്ച് വിട്ടു കേട്ടോ. പിന്നെ ആ പാട്ടോടെ നിർത്തി. പക്ഷെ നല്ല പാട്ടായിരുന്നു കേട്ടോ. അത് ഒലിവറിന് ഓർമ്മയുണ്ടോ പാട്ട്? ഒലിവറിന് ഓർമ്മയുണ്ടോ പാട്ട്? അതല്ല, അത് വാഗ്ദത്തിൻ സമയമാണിത്, വചനത്തിന്റെ ദിനങ്ങളാണിത്, യാചിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും. എന്നിട്ട് എന്നിട്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണെന്ന് തോന്നാ വരി. വചനത്തിന്റെ ഇത് വചനത്തിന്റെ ഒരു 5 മിനിറ്റ് വരെ എന്തോ ഹല്ലേലൂയ എന്ന് മാത്രം പാടി ആ ജമ്പോയിൽ നല്ല തളത്തിലടിച്ചായിരുന്നു കേട്ടോ. നല്ല ദൈവസാന്നിധ്യം തോന്നി. അവൻ്റെ പപ്പയും പറഞ്ഞു നല്ല ദൈവസാന്നിധ്യം തോന്നി. അവൻ്റെ അത്രയും വരി പാടി ചെറുതായിട്ട് പാടിയിട്ട് ഞാൻ ചെറുതായിട്ട് നല്ല ദൈവസാന്നിധ്യത്തിൽ അങ്ങ് നിറഞ്ഞു തുളുമ്പിയോല് പറഞ്ഞു. ആ പാട്ട് ഒരിക്കൽ ഒന്നുകൂടെ പാടിക്കൊടുത്തേ. അങ്ങനെയല്ല, നേരെ പാട്. ഹല്ലേലൂയ 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 മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി.